ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരിടം വരെ പോവുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ, മക്കൾ പോന്നിട്ടില്ല. അന്നൊരു മരിപ്പ് നടന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ഇന്ന് 5-ാം ദിവസമാണ് കേട്ടോ, സഞ്ജയനാണ്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് ബീച്ചിലേക്ക് പോരാനായിട്ട് ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവിടുന്ന് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇവിടെ ബീച്ചിൽ വന്ന് ഇപ്പോൾ ഈ ചടങ്ങിനായിട്ട് വന്നത് തിരുവിഴ ബീച്ചിലാണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയി. അവിടുന്നാണ് ഒരു 12 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ കുളിച്ചിട്ട് വീട്ടിൽ വന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതേ. അപ്പോൾ ചേട്ടായിക്ക് നടുവിന് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം ഇവിടെ നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകിയതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓൺലൈൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ മോനത് വാങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മോന് വർക്കിന് ഇന്ന് പോകണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്നായിരുന്നു വർക്ക്. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. വേറൊന്നുമില്ല, നമ്മുടെ കൊതുകിനടിക്കുന്ന ബാറ്റില്ലേ, അതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലം ആയതിന് ശേഷം എന്ന് വെച്ചാൽ കൊതുക് ശല്യം അങ്ങനെയാണല്ലോ, മഴക്കാലം ആയി കഴിയുമ്പോൾ കൂടും. അപ്പം നമ്മൾ ഗുഡ് നൈറ്റ് ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ ആ ചന്ദനത്തിരി ഉണ്ടല്ലോ, നൈറ്റ് സ്ലീപ്പ്, ഇതെല്ലാം കത്തിച്ച് വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഒരുപാടൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ ഒരു ബാറ്റ് വാങ്ങിയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് സന്ധ്യ ആവുന്ന സമയത്തേ നമ്മൾ വിളക്ക് വെച്ച് നാമഞ്ജലി കഴിയുന്ന സമയത്ത് ഇതുപോലെ കൊതുകിനെല്ലാം ഒന്ന് അടിച്ചതിന് ശേഷം ഡോറടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. ഒറ്റ കൊതുക് പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചെന്നെ കുറച്ച് കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം മുളകിരുന്നത് കൊണ്ട് മുളക് ബജിയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ കോളിഫ്ലവർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതെടുത്തിട്ട് മാവിൽ മുക്കി അതൊന്ന് പൊരിച്ചെടുക്കുകയാണേ. അപ്പോൾ മക്കൾ രണ്ടുപേരും കഴിക്കാതെ അനുക്കുട്ടിയും ഇതേ കറണ്ട് പോയി ആ സമയത്ത് കേട്ടോ. പെട്ടെന്ന് വന്ന് കറണ്ട് പോയെങ്കിലും പെട്ടെന്ന് വന്ന്. ഞാൻ പറഞ്ഞു വന്നത് അനുക്കുട്ടിയും അന്നാന്തയും കോളിഫ്ലവർ കഴിക്കുകയല്ല കേട്ടോ, അവർക്ക് ഇത് ഇഷ്ടമല്ല. ഞാൻ പിന്നെ മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് മുട്ട ബജി ഉണ്ടാക്കി കൊടുക്കാം. ഇതാകുമ്പോൾ പിന്നെ അവർ രണ്ടുപേരും കഴിച്ചോളുവേ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരത്തെ പാചകം ഒക്കെ ഉണ്ട്. ഇന്നിപ്പം കഞ്ഞി ചെറുപയറല്ല വൻപയറായിട്ടിരിക്കണം. അപ്പം വൻപയറും കഞ്ഞിയാക്കാമെന്ന് ഓർക്കുകയാണ് രാത്രിയിലേ. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഞ്ഞിയും പയറും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് ഇത് പൊരിച്ചെടുത്തത്. ആദ്യത്തേത് ഞാൻ കോരി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് രണ്ടാമത് ഇട്ടതാണ്. അപ്പോൾ അതും കൂടെ കോരി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട മാവിൽ മുക്കിയിട്ട് അതൊന്നും കൂടെ പൊരിച്ചെടുക്കാം. ഈ കടകളിലൊക്കെ കോളിഫ്ലവർ വറുത്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ മോൻ വാങ്ങുന്ന കാര്യം പറയുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വൃത്തിയിൽ നമ്മൾ ഇപ്പോൾ പുഴുവൊക്കെ ഉള്ള സാധനങ്ങളാണിത്. അവർ ഈ കടയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരതൊന്നും നോക്കാതെ ഉണ്ടാക്കിയായിരിക്കും പൊരിക്കുന്നതേ. അപ്പോൾ ഞാൻ പറയും വേണമെന്ന് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നിയാൽ പറഞ്ഞാൽ മതി. നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ തന്നെ അത് ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് മോനങ്ങനെ കടയിൽ നിന്നൊന്നും കോളിഫ്ലവർ ഒന്നും വാങ്ങി കഴിക്കാറില്ല. പിന്നെ ഞാനാണ് ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ദേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മുട്ട ബജിയും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു. പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ഇനി അരി ഉഴുന്നും വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ച് വയ്ക്കണം. പിന്നെ കഞ്ഞി പയറും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇനി വൈകുന്നേരം ഇനി ചെയ്യാനുള്ളത്. ഇതിനിടയ്ക്ക് പുറത്ത് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം സമയമല്ലേ, അപ്പോൾ നമുക്ക് വിളക്ക് വയ്ക്കാനൊക്കെ സമയമായി വരുന്നു. അടിച്ചു തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എപ്പോഴും നിങ്ങൾ അതൊക്കെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയത്. അപ്പോൾ ദേ ഹനിക്കുട്ടി ഇവിടെ വൻപയർ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറതാളിച്ചിട്ട് അതൊന്നും എല്ലാം കൂടെ യോജിപ്പിച്ച് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അരി ഉഴുന്നും കൂടെ അരച്ച് വെച്ചാൽ മതി. അപ്പം നമ്മുടെ ജോലിയൊക്കെ തീർന്നു കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ അടുക്കള നിൽക്കാനും വയ്യ. ഈ ഉപ്പൂറ്റുവേദനയൊക്കെ ഉള്ളത് കൊണ്ടേ ഡോക്ടറാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് അധിക സമയമൊന്നും നിന്ന് ജോലി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധിക സമയമൊന്നും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ കൂട്ടുകാരോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാര്യം വെച്ചെന്നാൽ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്നും കൂടെ വീഡിയോ ഇട്ടില്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സമയം തെറ്റിയാണ് കേട്ടോ എൻ്റെ വീഡിയോ വരുന്നത്. സാധാരണ 2 മണിക്കാണ് വീഡിയോ വരാറുള്ളത്. ഇന്നിപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. അപ്ലോഡ് ആകാനൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. നാളത്തേക്ക് മാറ്റി വെച്ചെന്നാൽ അതും പറ്റത്തില്ല. അങ്ങനെയാണ് പിന്നെ സമയം തെറ്റിയിട്ടാണെങ്കിലും വീഡിയോ ഇട്ടത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സമയത്ത് വീഡിയോ വന്നില്ലെന്ന് കരുതി ആരും കാണാതിരിക്കരുതേ. അപ്പോൾ ഞങ്ങളുടെ ജോലികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അല്ലേ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ദേ ഞാൻ ആ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അനുക്കുട്ടിയെ പയർ റെഡിയാക്കി വെച്ചല്ലോ. അപ്പോൾ അതൊന്ന് അമ്മ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയാണ് കേട്ടോ. എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നൊന്ന് ഞാൻ എപ്പോഴും നോക്കാറുണ്ട് എന്തെങ്കിലും ചെയ്ത് വെക്കുമ്പോഴേ. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയൊരു ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു മാങ്ങ വെച്ചിട്ട് ഒരു ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പയറ് കഴിക്കാത്തവർക്ക് ഇനി ചമ്മന്തി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ചമ്മന്തി വേണമെന്ന് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പോൾ അരക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് ഈ അടുക്കളയും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് തുടച്ചിടണം. അനുക്കുട്ടി ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ സ്റ്റവിൻ്റെ പുറത്തൊക്കെ തെറിച്ച് വീണതിൻ്റെ ഉണ്ട്. ഈ എണ്ണയൊക്കെ തെറിച്ച് വീഴാറില്ലേ. അപ്പോൾ അതൊക്കെ അതൊന്നും കൂടെ ക്ലീൻ ആക്കി ഇട്ടിട്ട് വേണം ഇനി പോയി മേല് കഴുകണം, വിളക്ക് വയ്ക്കണം, നാമം ചെല്ലണം, അങ്ങനെയൊക്കെ പോണ് കേട്ടോ നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ. അപ്പോൾ ദേ നമ്മുടെ ഇതാണ് വൻപയർ മെഴുക്ക് പുരട്ടിയതേ. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. എല്ലാ ദിവസമൊന്നും നമ്മൾ കഞ്ഞി വെക്കാറില്ല. ചില ദിവസങ്ങളിൽ അതായത് മീൻ വാങ്ങിയിട്ട് മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ ചോറ് തന്നെ കഴിക്കും. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മീനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പച്ചക്കറിയൊക്കെ തന്നെയായിരുന്നു കറികൾ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ ഇന്നിപ്പം വൈകുന്നേരം മീൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നും വൈകുന്നേരം കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുകൂട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.